ഒരു ജീവിതകാലം അല്ലെങ്കിൽ ഒരു ആയുസിന്റെ പകുതിയിലേറെക്കാലം ചിലവിടുന്ന കുറച്ച് മനുഷ്യരുടെ പേരുകൾ കൂടി ഒരു വട്ടം പറഞ്ഞു പോകാം. പാറമേക്കാവ് വിഭാഗത്തിനായി കുന്നത്തങ്ങാടി വസ്ത്രമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 വർഷത്തിലേറെക്കാലമായി 47 അങ്ങനെ ഒരു അരനൂറ്റാണ്ട് കാലത്തിനടുത്തായി ഈ കുള നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന തിരുവമ്പാടിക്കായി പുരുഷോത്തമൻ അർണാട്ടുകര എന്ന് പറയുന്ന അദ്ദേഹം ഒരു കലാകാരനാണ്. ഈ കുളമാറ്റത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ആദ്യം പാറമേക്കാവ് വിഭാഗത്തിന് വേണ്ടി ചെയ്ത ആളാണ്, പിന്നീട് തിരുവമ്പാടിയിലേക്ക്. അതെ അതെ, അങ്ങനെ പലരും രണ്ട് വിഭാഗങ്ങളിലായുള്ള ആളുകൾ പലപ്പോഴും രണ്ട് ക്ഷേത്രങ്ങൾക്കും വേണ്ടി ജോലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുടകൾ നിർമ്മിച്ചിട്ടുള്ള അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചിട്ടുള്ള ആളുകളുണ്ട്. ചമയങ്ങൾ ഒരുക്കുന്നത് ഈ പാലവട്ടവും വെഞ്ചാമരവും ആണിച്ചമയങ്ങൾ തുടങ്ങി പല നിലയിലുള്ള ചമയങ്ങൾ ഒരുക്കുന്നത് ശങ്കരൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹമാണ്. പെരുമ്പളിശ്ശേരി വിദേശ് കാത്തനാഥ് ബാലകൃഷ്ണൻ. പിന്നെ അടുത്ത കുട മാറ്റി ഇതാ നോക്കൂ, വളരെ പച്ച നിറത്തിലുള്ള അതിൽ അലങ്കാര പണികളോട് കൂടിയിട്ടുള്ള ബഹുരസമായിട്ടുള്ള കുടകളാണ്. പാറമേക്കാവാണ് കുടകൾ. പാറമേക്കാവ് ഒതുക്കിച്ചു വെച്ച കുടയ്ക്ക് പച്ചയ്ക്ക് മറുപടിയായി കുമ്പല എന്നുള്ള നിലയിലാണ് മഞ്ഞ നിറത്തോട് കൂടിയിട്ടുള്ള പണികളുള്ള നടുവിലെ കുട. അതായത് ആ നിലയിൽ നമുക്ക് കാണാൻ കുടകളുടെ ഭംഗിയാണ് എത്രമാത്രം അത് സൂക്ഷ്മതയോടുകൂടി നടുവിൽ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. എത്ര സൗന്ദര്യാത്മകമായാണ് കുടകളുടെ ഫിനിഷിംഗ് എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ക്ലോസ് റേഞ്ചിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വൈഡ് വിഷനിൽ നിന്ന് നോക്കിയാൽ ആ കുടകൾ എത്രമാത്രം മനോഹരമാണ് എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ നല്ല നേരത്തെ കൊണ്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ടി വി സ്ക്രീനിലൂടെ കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ അത് ഏറ്റവും അടുത്തും നോക്കിയാൽ എത്ര മനോഹരമാണ്, എത്ര ഭംഗിയോടുകൂടിയാണത്, എത്ര കലാവിധത്തോടുകൂടിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഇത്ര അകലത്തിൽ നിന്ന് കാണുന്നത് പോലും ആ കുടകൾക്ക് വലുതായിട്ടുള്ള ഒരു ഭംഗി എന്നുള്ളത് ഒരു കുട എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഉപയോഗിക്കുന്ന ചിത്രങ്ങൾക്ക് അപ്പുറത്തും നിന്ന് അതിക്കും മേലെ എന്നൊക്കെ പറയുന്ന നിലയിലുള്ള നിർമ്മാണമാണ്. ആ രീതിയിലുള്ള അതിന്റെ രൂപകൽപ്പനയാണ് ഈ ഓരോ കുടകൾക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കാറുണ്ട്. പാറമേക്കാവ് വിഭാഗം പച്ചക്കുടകൾ ഉയർത്തുമ്പോൾ മറുവശത്ത് ആ ചുമന്ന കുടകൾ ഉയർത്തി. പാറമേക്കാവാണ് അടുത്ത കുട ഉയർത്തിയിട്ടുള്ളത്. ഓറഞ്ച് നിറത്തിലുള്ള 14 കുടകളും മഞ്ഞ നിറത്തിൽ അരിശികളോട് കൂടിയിട്ടുള്ള മറ്റു കുടയും. അതിന് മറുപടി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഏത് നിലയിൽ അടുത്ത കുട എന്താണ് തിരുവമ്പാടിയുടെ ഭാഗത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഏകദേശം ഒരു മിനിറ്റിലേറെ സമയം വളരെ സെക്കൻഡുകൾ പ്രവർത്തിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് പിങ്ക് ആണെന്ന്, ഞാൻ പറയുന്നത് മഞ്ഞയാകാൻ സാധ്യത എന്നുള്ളതാണ് തോന്നുന്നത്. വെള്ളക്കുടകൾ സമാധാനത്തിന് സന്ദേശം നടത്തിക്കൊണ്ടാണ് തോന്നുന്നത്. വെള്ളക്കുടകൾ നടുവിൽ സ്വർണ്ണക്കുടയാണ് എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞതുപോലെ അതൊരു എല്ലാ കുടകളിലും നമ്മളത് കണ്ടുകൊണ്ടു. ഇത്തവണത്തെ ഒരു പ്രത്യേകത. അതെ അതെ, നീളമേറിയ അരിക്കുകൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതുവരെ കണ്ടത് വെക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു, നടുവിലൊരു മഞ്ഞ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം എത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും കുടകളും. ഈ കുടമാറ്റത്തിനൊപ്പം ഒരു മേളമുണ്ട്. ആ മേളത്തെ ആസ്വദിക്കുന്ന ആളുകൾ കൂടി അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉത്സാഹമാകെ ഈ കുടകൾ അതിന്റെ ഭംഗിയും ആ കുടകളിലൂടെ ആസ്വദിക്കുന്നതും ആസ്വാദിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പാറമേക്കാവ് ഓറഞ്ച് കുടകളും നല്ലൊരു മഞ്ഞ കുടകൾ ഉയർത്തിയപ്പോൾ അടുത്ത കുട എത്തായിരിക്കും എന്നുള്ളതാണ് ആകാംക്ഷ. അത് കാണാൻ പോവുകയാണ്. വഞ്ചാവരവും ആലവട്ടവും വീശ നമ്മുടെ വീശി അടുത്ത കുടയിലേക്ക് കിടക്കുന്നു. അതെ അതെ അതെ, നമ്മുടെ വീശി അടുത്ത കുടയിലേക്ക് കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഒരു ആലപ്പുറത്ത് കയറി നിൽക്കുന്ന വെഞ്ചാമരക്കാരനും അതുപോലെ ആലവട്ടക്കാരനും 3 തവണ അത് വീശുന്നു. അതിനുശേഷം അടുത്ത കുടയിലേക്ക് മാറും. അത് ശരവേഗത്തിൽ എന്ന് പറയുന്നത് എല്ലാവരും ഒരേ നിലയിൽ പോലീസുകാരുടെ പറയുന്നത് അല്ലെങ്കിൽ ആർമിക്കാരുടെ പറയുന്നത് പാറമേക്കാവ് അടുത്ത കുടയിലെത്തിയിരിക്കുക. ആ കുടയിലെ ഡിസൈൻ എന്താണെന്നാണ് അതേ വേഗത്തിൽ തന്നെ തിരുവമ്പാടിയും അതിമനോഹരമായ മറ്റൊരു വർണ്ണക്കുട കൂടി ഉയർത്തിയിരിക്കുന്നു. പാറമേക്കാവ് ഉയർത്തി രണ്ടുപേരും ചിത്രങ്ങൾ അതിനകത്ത് ഇല്ലേ? അതെ അതെ, അത് അലങ്കാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകൊണ്ടാണ് ഈ കുടകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിന്റഡ് കുടകളൊക്കെ പല രൂപത്തിലുള്ള പല രൂപങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ളത്. അത്തരത്തിലാണ് പാറമേക്കാവ് വിഭാഗത്തിന്റെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിന്റെ ചിത്രങ്ങളാണ് അതിനകത്ത് പ്രാധാന്യം. മറുവശത്ത് തിരുവമ്പാടി വെച്ച് പുറകിൽ അലങ്കാരമാണ്. ഇങ്ങനെ അരിച്ചുകൾ വെച്ച് അല്ലെങ്കിൽ മറ്റ് അലങ്കാര വസ്തുക്കൾ വെച്ച് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു കുടയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ കഴിയുന്നത്. ഇനി ഇവരുടേതായിട്ടുള്ള പാറമേക്കാവിന്റെ കുടകൾ നോക്കുമ്പോൾ അതിഥികൾക്ക് നീളമുള്ള അതിഥികളുമുണ്ട്. അതേപോലെ തന്നെ ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത് അത്തരത്തിലുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട്. അത് അതിന്റെ ഭംഗി തിരിച്ചറിയാൻ വേണ്ടി കുടയ്ക്ക് അടുത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇത്ര അകലെ നിന്ന് പോലും നമുക്കത് കണ്ടാസ്വദിക്കാൻ കഴിയുന്നതിന്റെ അടുത്ത് ഒരു ക്ലോസ് റേഞ്ചിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ സൗന്ദര്യം
മറുപടി എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ രണ്ടുപേരും രണ്ട് തരത്തിലാണ് അതിനെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരാൾ കൂടുതൽ അലങ്കാരപ്പണികളിലേക്ക് വരുന്നു, ഒരുപാട് ചിത്രങ്ങൾ ആലേഖനം ചെയ്തത് അലങ്കാരങ്ങളുള്ള മറ്റൊരു പണിയും വെക്കാതെ ഒരുപാട് ഉയർത്തിയ അലങ്കാര ഗുണങ്ങൾക്ക് മറുപടിയാണ് ഇപ്പോൾ അവർ ഉയർത്തുന്നത് എന്ന് നമുക്ക് തോന്നണം. അല്ലെങ്കിൽ അത് അതിന് തന്നെയാണ് കരുതുന്നത്. കാരണം അവർ ഉയർത്തിയ അലങ്കാരത്തിലേക്ക് അതേ നിലയിൽ അലങ്കാരങ്ങൾ വെച്ചിട്ടുള്ള പുതിയ ഗുണ ഉയർത്തിക്കൊണ്ടു അതിനും മറുപടി എന്ന് പറയുന്നത് കൂടുതൽ അലങ്കാരങ്ങൾ പ്രകടമാക്കുന്ന മറ്റൊരു കൂടെയാണ് തിരുവമ്പാടി ഭാഗത്ത് നിന്നും ഉയർത്തിയിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നത്, അതായത് ഈ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും ഒരു ചടങ്ങിന്റെയും ഭാഗമല്ല. വടക്കുനാഥൻ എന്ന് പറയുന്ന വടക്കുനാഥൻ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയായിട്ടുള്ള അല്ലെങ്കിൽ ജീവന്റെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ. പക്ഷേ ഇതെല്ലാം മൂകസാക്ഷിയാണ്. ഇതെല്ലാം കണ്ട് ഈ ദേവീദേവന്മാർ വരുന്നതും അവരുടെ മേളങ്ങളും അവരെത്തുന്നതും അവരുടെ ചടങ്ങുകളും എല്ലാം കണ്ട് ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ കണ്ട് മൂകസാക്ഷിയായി വടക്കുനാഥൻ ഇത് കാണുന്നു എന്നുള്ളതാണ്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കുന്നാഥനിൽ ഒരു ചടങ്ങുമില്ല. പക്ഷെ ഇതെല്ലാം വേദി ഒരുക്കി കൊടുക്കുന്നത് വടക്കുന്നാഥൻ. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം. പ്രത്യേകിച്ച് ഒരു പ്രത്യേക പൂജ പോലുകൊണ്ട് വിളക്ക് കത്തിക്കുന്ന ഒരു ചടങ്ങ് പോലും വടക്കുനാഥൻ ക്ഷേത്രത്തിൽ ദിവസങ്ങളിൽ നടക്കാറില്ല. പക്ഷേ ഇതിന്റെ എല്ലാ ഭാഗം ഇതിന്റെ എല്ലാ നേതൃത്വം നൽകുന്നത് വടക്കുനാഥൻ ആണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ വടക്കുനാഥനും സാക്ഷിയായി നിന്നുകൊണ്ട് ഈ പ്രവാസം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാറമേക്കാവ് അല്പം കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു കുടകൂടി അതിനകത്തും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെ ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ് വിരിഞ്ഞു വരുന്നത്. മുമ്പൊക്കെ നമ്മൾ പലതരത്തിലുള്ള കുടകൾ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ അതെ, പല നിറങ്ങളും വർണ്ണങ്ങളും കൊണ്ടുള്ള ഒരു മറുപടി എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ വലിയൊരു ആവേശത്തോടു കൂടി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രമാറ്റം അതിനിടയിൽ ചുരുങ്ങി എങ്കിൽ പോലും അതിന്റെ കണ്ണുകൾക്ക് നൽകുന്ന ഒരു കാഴ്ച വിസ്മയം. ആലേഖനം ചെയ്ത കുടയാണ് പാറമേക്കാവ് ഭഗവതിയുടേതായിട്ടുള്ള കുട എന്നുള്ള നിലയിൽ തന്നെയാണ് കാണുന്നത്. നേരത്തെ വിശ്വാസമുണ്ടായിരുന്നതാണ് പറയുന്നത് ഐതിഹ്യമുള്ളത്. പാറമേക്കാവ് ഇല്ലാത്ത വടക്കുനാഥന് ഉള്ളിലായിരുന്നു സ്ഥാനമുണ്ടായിരുന്നത്, ക്ഷേത്രമുണ്ടായിരുന്നത്. പിന്നീട് അത് അവിടെ നിന്നും മാറി വടക്കുനാഥിൽ നിന്ന് മാറി കിഴക്ക് വശത്തെ വടക്കുനാഥ ക്ഷേത്രത്തിൽ മുൻപിൽ തന്നെ പുതിയ ഒരു ആരാധനാലയം രൂപം കൊണ്ടു എന്നുള്ളതല്ല ആ നിലയിലുള്ള വിശ്വാസം. വടക്കുനാഥനുമായി ബന്ധത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പാറമേക്കാവിലമ്മയാണ് എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അങ്ങനെ പാറമേക്കാവിലമ്മയുടേതായിട്ടുള്ള ചിത്രങ്ങൾ ആലാപനം ചെയ്തിട്ടുള്ള ഒരു കുടകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്ത് കൂടുതൽ വർണ്ണാഭമായിട്ടുള്ള അലങ്കാരങ്ങളും വർണ്ണാഭവുമായിട്ടുള്ള കുടകളാണ് തൊട്ടു പിന്നാലെ ഉയർത്തുന്നത്. അതിന് ഏത് നിലയിലുള്ള മറുപടി എന്നുള്ള നിലയിലാണ് നമുക്ക് കാണേണ്ടത്. തിരുവമ്പാടി ഉയർത്താൻ പോകുന്ന കുടകളിലേക്ക് തന്നെയാണ് കണ്ണുകളും കാണാൻ കഴിയുന്നത്. ആ തിരുവമ്പാടിയതായിട്ടുള്ള പ്രത്യേകത ആ കുടകളിലെല്ലാവർക്കും പൈപ്പീലികളാണ് ചിത്രങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആ പൈപ്പീലികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൈപ്പീലികൾ തിരുവമ്പാടി ക്ഷേത്രം ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട നിർമ്മാണം 15 മിനിറ്റോട് അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് വലിയ സർപ്രൈസ് കുടകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുടകളോ ഒന്നും തന്നെ അത് തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളത്. രണ്ടു കൂട്ടരും അത് അതിനകത്തൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ കണ്ടതെല്ലാം അത്തരത്തിലുള്ള അലങ്കാരപ്പണികളുള്ള അല്ലെങ്കിൽ ചിത്രങ്ങൾ ദേവീ രൂപങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള അത്തരം കുടകളാണ് മാത്രമാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. അത് ഒരു ആത്മാർത്ഥത്തിന്റെ രൂപത്തിലേക്ക് കുട മാറുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതുവരെ കണ്ടതുള്ളത്. ആ സ്വഭാവം തന്നെയായിരിക്കും കുടകളിലും കാണാം. മഞ്ഞക്കട വന്നു 15 മിനിറ്റ് കൊണ്ട് ആദ്യം പുറകെത്തുന്നത്. ആ പുറകളിലും ചിത്രങ്ങളാണ് തെയ്യക്കോലങ്ങളാണ് ആ പുറകളിലേതായിട്ടുള്ള അടയാളങ്ങളായി വന്നിരിക്കുന്നത്. ആ തെയ്യക്കോലങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പുറയാണ് പാറമേക്കാവിന്റെ ഭാഗത്ത് നിന്നും പുതുതായി ഉയർത്തിയിരിക്കുന്നത്. തിരുവമ്പാടിയെ എടുക്കുകയാണ്. നിറയെ അലങ്കാരപ്പണികളുള്ള ചിത്രങ്ങൾ കൂടുതലും ദേവീ രൂപങ്ങളും മറ്റും ആലേഖനം ചെയ്തിട്ടുള്ളത് പാറമേക്കാവിന്റെ തന്നെയാണ്. പക്ഷേ ഇതിൽ കൂടുതലും അലങ്കാരപ്പണികളിലാണ് ഇത്തവണ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് ചിത്രം ഉണ്ടോ? കുഞ്ഞിനെ തുറന്നു വെച്ച് ഇതിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
രണ്ട് ഭാഗത്തു നിന്നുള്ള മേളം കേൾക്കുകയാണ്, ഗുണമാകുന്നു. അതിന്റെ ഒരു ആവേശം, ഒരു വേറൊരു ലഹരിയിലേക്ക് തന്നെയാണ് സ്വാഭാവികമായിട്ടും ആളുകൾ പോകുക. തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ എപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു വാക്കാണ്, പലതും ആവർത്തിക്കപ്പെടുന്ന വാക്ക്, ഉപയോഗിച്ച വാക്കാണ് താളമേള വർണ്ണ വിസ്മയം എന്നുള്ളത്. ആ താളമേള വർണ്ണ വിസ്മയം നമുക്ക് ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അതൊരു പുതിയ പാറമേക്കാവ് അടുത്തുകൂടെ നിർത്തിയിട്ടുണ്ട്. അതിനകത്ത് ആനയുടെ ചിത്രങ്ങൾ കൂടി അലങ്കാരത്തോടു കൂടി ആലേഖനം ചെയ്തിട്ടുള്ള ഒരു കുടയാണുള്ളത്. അതിന് പകരം എന്താണ് തിരുവമ്പാടി കാണിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കുട നിർമ്മാണത്തിൽ രണ്ട് കൂട്ടരും ഒരുമിച്ച് ഒപ്പം നിൽക്കുന്ന ആളുകളാണ്, ഒരുമിച്ച് ജോലി ചെയ്ത ആളുകളാണ്. അവർ പിന്നീട് രണ്ട് വിഭാഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്. അപ്പം ഒരാളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് സ്വാഭാവികമായി മറുവശത്ത് നിൽക്കുന്ന ആൾക്കറിയാലോ. അപ്പം മുഖ്യമായിട്ടുള്ള പാറമേക്കാവ് എന്താണോ ഉയർത്തുന്നത് അതിന് നല്ല കൃത്യമായ ഒരു മറുപടി തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തന്നെയാണ് നമ്മൾ സൂക്ഷിക്കുന്ന ആളുകളാണ്. ഏത് നിലയിൽ എന്താണ് സർപ്രൈസ് എന്നുള്ള കാര്യത്തിൽ ഒരു ഈ കുടമാറ്റത്തിന്റെ സമയത്തല്ലാതെ മറ്റൊരു കൂട്ടർക്ക് അറിയാൻ കഴിയില്ല. അത്രയും ലക്ഷ്യത്തോടുകൂടിയാണ് രഹസ്യ സ്വഭാവം നടക്കുന്നത് എന്നുള്ളതാണ്. ഓരോ വർഷവും അതിന് പുതിയ ടെക്നോളജികൾ കൊണ്ടുവരുന്നു. അത് കാലത്തിനനുസരിച്ചുള്ള രൂപമാറ്റങ്ങളുടെ പച്ച നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൂടിയ കുടയാണ്. അത് നടുവിൽ നീല കളറോട് കൂടിയ കുടയാണ്. അതിൽ പ്രത്യേകിച്ച് ചിത്രങ്ങളില്ല, പക്ഷേ അലങ്കാരങ്ങൾ കാണാൻ കുടയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കുടമാറ്റത്തിലെ സമകാലിക വിഷയങ്ങൾ ചർച്ചയാകുന്നത് അല്ലെങ്കിൽ കുടകളായി മാത്രം നമ്മൾ ഒരുപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്തരത്തിൽ ഒരു സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടു കൂട്ടരും എന്തെങ്കിലുമൊക്കെ നിർത്തിയത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതുമാണ് പലതരത്തിലുള്ള, അതായത് ലോകകപ്പ് നേടിയ മെസ്സിയുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള കുടകൾ, അങ്ങനെ LED കുടകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ നമുക്ക് വീണ്ടും വയ്ക്കുന്ന ശ്രീരാമന്റെ ചിത്രം, അതൊരു രാഷ്ട്രീയ സന്ദേശം കൂടി പകരുന്ന തരത്തിലുള്ള അതൊരു വിവാദം ആകുകയും ചെയ്ത ഒരു ചിത്രം കൂടെയായിരുന്നു എന്നുള്ള കാര്യം ഇത് കളർഫുള്ളായി മാറുകയാണ്. കുടകൾ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. തിരുവമ്പാടിയുടെ കുട മറുപടിയായി പാറമേക്കാവിന്റെ കുറെ നിശ്ചയിച്ച സമയമായി എന്ന് തോന്നുന്നു. 15 മിനിറ്റാണ് സമയം അനുഭവിച്ചത്. അത് കൂടുതൽ സമയത്തേക്ക് കടക്കാൻ സാധ്യതയില്ല. ഇത്തവണയും ശരിയാവുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. 15 മിനിറ്റാണ് സമയം നിശ്ചയിച്ചിരുന്നത്. കുറച്ചുകൂടി ആ സമയം പിന്നിടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റോളം സമയം ആകുന്നു. ഇത്തവണയും കുടയിൽ ശ്രീരാമൻ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പാറമേക്കാവിന്റെ കുടയിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പാറമേക്കാവ് കുടയിൽ ശ്രീരാമൻ അത് ഇത്തവണ ഇത് പിടിച്ചു നിൽക്കുകയാണ്. നേരത്തെ ഒരു ശ്രീരാമനായിരുന്നെങ്കിൽ ഇത്തവണ ഇത് പിടിച്ച് കൈകഴിയ കുടയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുവശത്ത് അലങ്കാരങ്ങൾ കൂടുതലുള്ള മഞ്ഞ കളർഫുള്ളായിട്ടുള്ള മഞ്ഞ ഈ ആമ്പരം എന്ന് പറയുന്ന വർണ്ണം കണ്ണിന് ഏറ്റവും കൂടുതൽ ഇപ്പം നൽകുന്ന ഒരു കളറാണ്. അത്തരത്തിൽ ആ മഞ്ഞക്കുടകൾ നമുക്ക് വളരെ വളരെ കണ്ണിന് ആകർഷണീയമായിരുന്ന കൂടിയ കുടയാണ് തിരുവമ്പാടി അവതരിപ്പിക്കുന്നത്. മറുവശത്ത് വീണ്ടും അലങ്കാരപ്പണികളും ചിത്രങ്ങളും ഒരേപോലെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള നീലവർണ്ണത്തിലുള്ള കുട പാറമേക്കാവിൽ ലഭിക്കുന്നു. മറുവശത്ത് വയലറ്റ് കളറോട് കൂടിയിട്ടുള്ള കടും നിറത്തിലുള്ള കുട എത്തിക്കൊണ്ടാണ് തിരുവമ്പാടി അത് ആ കുടയ്ക്ക് മറുപടിക്കുന്ന നിലയിൽ കുട കാണിക്കുന്നത്. അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഏറെക്കുറെ രണ്ടു കൂട്ടർക്കും അനുവദിച്ചിട്ടുള്ള സമയം 15 മിനിറ്റ് സമയമായിരുന്നു ഉണ്ടായിട്ടുള്ള. 15 മിനിറ്റ് സമയത്തോടുകൂടി ഏറെക്കുറെ അവർ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഏറ്റവും മികച്ച കുടകൾ തന്നെയാണ് ഈ ചടങ്ങിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കുടമാറ്റ ചടങ്ങ് അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പം പാറമേക്കാവാണെങ്കിലും തിരുവമ്പാടിയാണെങ്കിലും അതാത് ഇടങ്ങളിലേക്ക് മടങ്ങും. രാത്രി പൂരം അതിന്റെ ചടങ്ങുകളെല്ലാം തന്നെ ആവർത്തിക്കും. ആളുകളെല്ലാം വലിയ ആവേശത്തിലാണ്. ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് എന്റെ സമയത്തെത്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ് കുടമാറ്റം എന്ന് പറയുന്നത്. കുടമാറ്റം പൂരത്തിന്റെ ഏറ്റവും ആവേശം നിറയ്ക്കുന്ന കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുടകൾ തയ്യാറാക്കുന്ന ആളുകൾ തിരുവമ്പാടിയാണെങ്കിലും പാറമേക്കാവാണെങ്കിലും അത് ഇത് തയ്യാറാക്കി കൊടുക്കുന്ന ആളുകൾക്കെല്ലാം ഒരു വലിയ വെല്ലുവിളി. ഓരോ പൂരത്തിലും കഴിഞ്ഞ പൂരത്തിന് അവതരിപ്പിച്ച കുടകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ എന്ത് അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഓരോ തവണയും കാണിക്കേണ്ടത്. പാറമേക്കാവ് വീണ്ടും കുട ഉയർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. പാറമേക്കാവ് നമ്മൾ കുറച്ച് കുടകൾ കൂടുതൽ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും തിരുവമ്പാടിയും വിട്ടുകൊടുക്കുന്നു. ദേവസ്വം പ്രതിനിധികളെ ഒരു കണ്ട് സംസാരിക്കുമ്പോൾ സംവിധാനങ്ങൾ അനുവദിക്കുന്ന ഒരു സമയം കുറച്ചുകൂടി നൽകിയാൽ ആ സമയം വരെ കുട ഉയർത്താൻ എന്ന സജ്ജരാണ് എന്നുള്ളത് തന്നെയാണ് ദേവസ്വത്തിന്റെ ഭാരവാഹികൾ പറഞ്ഞത്. നമ്മൾ രണ്ട് ആളുകളുമായി സംസാരിച്ചപ്പോൾ ഈ 15 മിനിറ്റ് ഉയർത്തി കാണാൻ കഴിയുന്ന കുടകളുടെ ശേഖരം ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. പക്ഷേ അത് എത്രമാത്രം മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പച്ചക്കുട പാറമേക്കാവ് ദേവിയുടേതായിട്ടുള്ള
മറ്റ് ചിത്രങ്ങൾ ആലേഖനം ചെയ്ത മറ്റൊരുയാണ് പാലക്കാവിന്റെ ഭാഗത്ത് ഉയർത്തി കാണിക്കുന്നത്. അതേപോലെ ഇതൊരു മത്സരമല്ല എന്നുള്ളതാണ് പക്ഷേ ഇതിനർത്ഥം പറയുന്നത്. പക്ഷേ ഇത്രയാ മത്സരമില്ല എന്ന് പറഞ്ഞാൽ മത്സരമൊന്നും അല്ലെങ്കിൽ പോലും പക്ഷേ രണ്ടു കൂട്ടരും ഒരു വാശിയോട് കൂടി തന്നെയാണ്. പക്ഷേ ഇവർ പറഞ്ഞതുപോലെ ഇത് ഓരോ ആളുകളും ഇവർക്കെല്ലാം പരസ്പരം പരിചയമുള്ളവരും അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ ഈ കുട ഉയർത്തുന്ന സമയത്ത് അതിനകത്തൊരു സർപ്രൈസ് ഒരുക്കി വെക്കുക, അവരെ ഒന്ന് ഞെട്ടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള ഒരുക്കങ്ങൾ വളരെ വ്യക്തമായി തന്നെ അവർ ചെയ്യും. ഇപ്പൊ നമ്മൾ പ്രദർശനത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന കുടകളായിരിക്കില്ല ചിലപ്പോൾ വേറെയും ചില സർപ്രൈസുകളൊക്കെ വരാറുണ്ട്. അത്ഭുതങ്ങൾ ഒപ്പിച്ച വിസ്മയങ്ങൾ ഒപ്പിച്ച കുടകളാണ് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ആകർഷണമായി അവരൊരു അഭിമാനപരമായിട്ടുള്ള ഒരു കാര്യമായി തന്നെയാണ് അതിനെ കാണുന്നത്. ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കുട ആര് നിർമ്മിക്കും, ആര് ഉയർത്തും എന്നുള്ളതാണ് അവരെ ഇഷ്ടപ്പെടുന്നത്. ഈ മത്സരമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മത്സര സ്വഭാവത്തിലുണ്ട്. അതിന്റെ വിധികർത്താക്കളില്ല എന്നുള്ളത് തന്നെയാണ്. കുടകളുടെ ജനങ്ങളാണ് പുറമാറ്റം എത്ര നല്ലതാണ് എന്ന് വിലയിരുത്തുന്നത്. അത് പ്രത്യേകിച്ച് ഒരു വിധികർത്താക്കളില്ല. ഏത് വിഭാഗത്തിന്റെ ഇന്നസെന്റ് സിനിമയിൽ പറയുന്നുണ്ട് വാർമിക്കാവിന്റെ പുറമാറ്റമായിരുന്നു നല്ലത്, യുവമ്പാടിയിൽ വെടിച്ചിട്ടാണ് നല്ലത് എന്ന് അങ്ങനെ ജനങ്ങൾ വിലയിരുത്തുന്ന അത്തരത്തിലുള്ള ഒരു ചിട്ടപ്പെടുത്തിയ രീതിയിലുള്ള അപ്രഖ്യാപിത മത്സരമാണ് ഈ പുറമാറ്റവും വെടിക്കുന്നതല്ല. അത് തന്നെ അതിന്റെ പ്രൗഢിയൊട്ടും കുറയ്ക്കാൻ ഈ ഭാഗം തയ്യാറാകുന്നത്. അതിന്റെ പുതുമ ഏറ്റവും വളരെ വേഗത്തിൽ അവതരിപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. ഏതായാലും നിർദ്ദിഷ്ട സമയം പിന്നിടുന്നു. 15 മിനിറ്റിലേക്ക് അരമണിക്കൂറിനകത്തേക്ക് സമയം കിട്ടുന്നു. ആ സമയത്ത് പുറമാറ്റം തുടരുകയാണ്. ആ പുറമാറ്റത്തിന്റെ ഭംഗിയേറിയ കുടകൾ വിഭാഗങ്ങളും മാറി മാറി അവതരിപ്പിക്കുന്നു. വലിയ ആവേശത്തോടുകൂടി തന്നെ സെക്രട്ടറി മേധാവി സംഘടിപ്പിച്ചെത്തിയ ഈ വിചാരം ആ പുറമാറ്റത്തിന്റെ ഭാഗമാകുന്നു. അതേപോലത്തെ ആ താളങ്ങളിലും വേഗത്തിലും വർണ്ണത്തിലും എല്ലാം അവർ അഴിഞ്ഞു ചെയ്യുന്ന ഒരു വിസ്മയകരമായ കാഴ്ച. ഇത്ര നേരത്തെ വലിയ ഒരു ആശ്വാസം ഇപ്പോഴായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. അതൊരു ആറേകാലാകുന്ന സമയം ആ സമയത്ത് സൂര്യന്റെ ഒരു കടുപ്പത്തിന് ഇളവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടുകൂടി അതേക്ക് ആ കുടമാറ്റത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കഴിയുന്നു എന്നതാണ്. ഇങ്ങനത്തെ ബസ്സുകളൊക്കെ അവിടെ കാണും. ആളുകൾ കുടമാറ്റത്തിനിടയിൽ പോയി ചെയ്യുന്നത് ഒരു പുതുമായ ഗുണമാണ്. ഇപ്പം പോലെ ദീർഘനേരം ഏരിയിൽ നിൽക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ ആരോഗ്യപ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഉടഞ്ഞു വീഴുന്നത് വളരെ വേഗത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഇവരെക്കൊണ്ട് നിൽക്കുമ്പോൾ കാണാൻ. പക്ഷെ അതേ വേഗത്തിൽ തന്നെ അവരെ സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരുമൊക്കെ ചേർന്ന് അവർ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഓരോ തയ്യാറെടുപ്പും നടത്താറുള്ളത്. ലെവിൻ പറഞ്ഞതുപോലെ ഇത് ഒരുപക്ഷെ നേരത്തെ ലെവിൻ ജനവുമായി സംസാരിച്ചതുപോലെ കൂടുതൽ സമയം അനുവദിച്ചാൽ കൂടുതൽ കുടകൾ കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും 15 മിനിറ്റാണ് സമയം അനുവദിച്ചിരുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയത്തേക്ക് കുടമാറ്റം നടക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടി തന്നെ ആളുകൾ അത് കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് ആ നിലയിൽ തന്നെ ഈ ദൃശ്യങ്ങൾക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് അനുവദിക്കപ്പെട്ട സമയം പൂർത്തീകരിച്ച് അത് അരമണിക്കൂറിനടുത്തേക്ക് എത്തിച്ച് അരമണിക്കൂർ പിന്നിടുന്നു. അപ്പോഴും പുറമാറ്റം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ആളുകൾ ആത്മത്തോടും തന്നെ പുറമാറ്റത്തിന്റെ ആവശ്യത്തെ നെഞ്ചോട് ചേർക്കുകയാണ്. നിലവിൽ ഇതുവരെയും അവരുടെ പുറമാറ്റം തുടരേണ്ടതില്ല എന്നുള്ള നിലയിൽ നിർദ്ദേശവും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എഴുതാനാവുക. ഏതായാലും ആ പുറമാറ്റം ഏറെ തയ്യാറെടുപ്പുകൾ നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചുകൊണ്ട് പരമാവധി കുടങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അതിനെ അവർ വിനിയോഗിക്കുന്നത്. ജനങ്ങൾക്ക് പരിഭവമില്ലാത്ത കാലം ഈ ഒരു കാര്യത്തിൽ സർക്കാർ പുസ്തകങ്ങളും മറ്റും ഇടപെടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കുടമാറ്റം വേണ്ടി തുടരുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തിലേക്ക് 15 കുടകളെല്ലാം കൂട്ടക്കുടകളുണ്ടെന്ന്. എന്തായാലും അത്രയേറെ വ്യത്യസ്തതയോടുകൂടി തന്നെയാണ് തിരുവമ്പാടിയും പാറയമേക്കാവും അവർ കുടകൾ ഉയർത്തി കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മാസങ്ങൾ നീണ്ട അധ്വാനം തന്നെയാണ്. വൈവിധ്യത്തോടുകൂടി കുടകൾ അവതരിപ്പിക്കുക. കുടമാറ്റം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും മികച്ച ചടങ്ങുകളിൽ ഒന്നായി മാറുന്നു. മേളം കണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഭാഗവും ഇനി എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുടമാറ്റം തന്നെയാണ്. സാധാരണ ഇപ്പോൾ കുടമാറ്റം അവസാനിച്ചിരിക്കുന്നു ലെവിൻ. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടു കൂട്ടരും മികച്ച രീതിയിൽ തന്നെ ഒരാൾ അവർ കൂടുതൽ അലങ്കാരപ്പണികൾക്കാണ് തിരുവമ്പാടി ശ്രദ്ധ കൊടുത്തതെങ്കിൽ ഇവിടെ ദേവി ദേവന്മാരുടെയൊക്കെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള കുടകൾ അതോടൊപ്പം തന്നെ ഒന്നിനും വ്യത്യസ്തമായിട്ടുള്ള കുടകൾ തന്നെയാണ് പാറയമേക്കാവും അവതരിപ്പിക്കുന്നത്. അതെ അതിന്റെ
മേഖലയിൽ ആറാടുകയാണ് കൃഷിയിൽ. കാരണം അഖിലത്തിനൊപ്പം കൂടി അഖിലത്തിൻ്റെ ആവശ്യം നെഞ്ചോട് ചേർക്കുകയാണ് മുഴുവൻ മലയാളികളും, ലോകമെമ്പാടുമുള്ള മലയാളികളും, ഇതിലൂടെ മുഴുവൻ മലയാളികളും. അതിന്റെ മുകളിലേക്ക് ടപ്പിൽ ഒരാൾ അതിന് വീടാ. അത് കുഴപ്പമൊന്നുമില്ല. ഞാനില്ല വീട്ടിന് പോയിട്ട് തൊഴിലെന്ന് പറയാം. കിട്ടിയിട്ടില്ല. എന്തൊരു മനോഹരമായ കാഴ്ചയാണ്, എന്തൊരു ജനസാഗരം തന്നെയാണല്ലോ അവിടെ ഉള്ളത്. എല്ലാവരും പലവഴി പിരിയുകയാണോ, ഒരു വഴി ചേർന്ന് വന്നവരാണ്, ദുരാവശ്യത്തിൽ ചേർന്ന് വന്നവരാണ്, അതിൻ്റെ ഒരേ മനസ്സോട് നെഞ്ചോട് ചേർന്നവരാണ്. അവർ ഇനി പലവഴി പിരിയുകയാണോ ഇവരങ്ങൾ? ഇനിയുള്ളത് രാഷ്ട്രീയമാണ്. അതിൽ കണ്ട എല്ലാ ചടങ്ങുകളും അത് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നേൽപ്പ് പാർട്ടികളും അതിനുശേഷം തിരുവോമയുടെ കോൺഗ്രസ് ഔദ്യോഗികളും എല്ലാ ഉണ്ടാകും. നാളെ ക്യാൻഡിൽ പിരിക്കുന്നത് ഉണ്ടാക്കുന്നു. ഇനിയിപ്പം ഇന്നത്തെ രൂപ